ഹലോ, നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കപ്സയാണ്. അപ്പോൾ കപ്സ റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിനുള്ള മസാല നമ്മളിവിടെ വീട്ടിൽ തന്നെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലോട്ട് 1 സ്പൂൺ നല്ല ജീരകം, പിന്നെ ഒരു 4-5 ഉണക്കമുളക്, ഗ്രാമ്പു, കറുകപ്പട്ട, ഏലക്കായ, തക്കോലം, 1 സ്പൂൺ കുരുമുളക്, പിന്നെ ഒരു 3 സ്പൂണ് മല്ലി പൊടിക്കാത്തതുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യുക. ഇവിടെ ഇല്ലാത്തതുകൊണ്ട് മല്ലിപ്പൊടിയാണ് ആഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരു 1/2 സ്പൂൺ പെരിഞ്ജീരകം കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് നമുക്കിത് ചൂടാക്കിയെടുക്കാം. ചൂടായി കഴിയുമ്പോൾ നമുക്ക് മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. ഇതാണ് നമ്മുടെ കപ്സ മസാലയായിട്ട് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. ഞാൻ റൈസ് ഇവിടെ കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള സ്പൈസസ് ആഡ് ചെയ്യാം. ഓയിൽ ചൂടായിട്ട് വരുമ്പോൾ ആവശ്യമായിട്ടുള്ള സ്പൈസസ് ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 4-5 ഏലക്കായ, ഗ്രാമ്പു, കറുകപ്പട്ട, ഒരു പിടി കുരുമുളക്, ഇത്രയാണ് ആഡ് ചെയ്യണത്. ഇതൊന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം നമുക്കൊരു 2 വലിയ സവാള അരിഞ്ഞത് കൂടി ചേർക്കാം. ഇനി നമുക്കിതിൽ കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് സവാള വഴറ്റിയെടുക്കാം. സവാള വഴന്ന് വരുമ്പോൾ നമുക്ക് ഇഞ്ചിയും പച്ചമുളകും ചതച്ചതാണ്, അതും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇപ്പം നമ്മളുടെ സവാള നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് 2 വലിയ തക്കാളി അരച്ചെടുത്തതാണ്, അതും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് വന്ന് വരുമ്പോൾ നമുക്കിതിലോട്ട് ആവശ്യമായിട്ടുള്ള കപ്സ മസാലയാണ് ആഡ് ചെയ്യുന്നത്. ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂണോളം കപ്സ മസാല ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു മാഗി ക്യൂബും ഉണക്കനാരങ്ങയും കൂടെ ഇതിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത്രയും ചെയ്തതിന് ശേഷം നമ്മുടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കനും കൂടെ ഇതിലോട്ട് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഞാനിപ്പോൾ കുക്കറിൽ വെച്ച് ഉണ്ടാക്കുന്നതായതുകൊണ്ട് ഞാൻ ചിക്കൻ 2 വിസിലടിച്ചിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ചിക്കൻ നമുക്ക് എടുത്ത് മാറ്റാം. ഇനി നമ്മളിപ്പോൾ അരിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിക്കണം. അപ്പോൾ ഒരു 3 കപ്പ് അരി ആണെങ്കിൽ 6 കപ്പ് വെള്ളം എന്നുള്ള നിലയ്ക്കാണ് നമ്മൾ ഒഴിക്കേണ്ടത്. ഇവിടെ ചിക്കൻ നമ്മൾ വേവിക്കുമ്പോൾ തന്നെ അതിൽ നിന്നും വെള്ളം വന്നിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെയും കൂടി അളവെടുത്തിട്ട് വേണം എത്രത്തോളം റൈസിന് ആവശ്യമായിട്ടുള്ള വെള്ളം നമ്മൾ ഒഴിക്കാൻ വേണ്ടിയിട്ട്. റൈസിന് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ആഡ് ചെയ്യാം. ഇനി 2 ടേബിൾ സ്പൂൺ ഓയിൽ കൂടെ ആഡ് ചെയ്തിട്ട് അടച്ചു വയ്ക്കാം. തള വരാൻ വേണ്ടിയിട്ട് നമുക്കിത് അടച്ചു വയ്ക്കാം. ഞാനിവിടെ ഒരു നാരങ്ങയുടെ നീര് കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. നേരത്തെ വിട്ടു പോയതാണ്, അതും കൂടെ ആഡ് ചെയ്ത് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നന്നായിട്ട് തള വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലോട്ട് നമ്മുടെ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ബസ്മതി റൈസ് ആഡ് ചെയ്യാം. ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഉപ്പ് പാകമാണോ എന്ന് നോക്കാം. ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഇതിപ്പോൾ ഞാൻ 2 വിസിൽ അടുപ്പിക്കണുള്ളൂ. 2 വിസിൽ അടിച്ച ഉടനെ തന്നെ ഇറക്കി വെച്ചിട്ട് നമുക്ക് വിസിൽ കളയണം, അല്ലെങ്കിൽ ചോറ് നന്നായിട്ട് വെന്ത് പോവും. ഇനി വേവിച്ച് വെച്ച ചിക്കനിലോട്ട് നമ്മൾ 1 ടീസ്പൂൺ മുളക് പൊടിയും മാഗി ക്യൂബ് കൂടെ ആഡ് ചെയ്തിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഇപ്പോൾ നമ്മളുടെ റൈസ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. റൈസ് എല്ലാം കൂടെ നമ്മൾ മാറ്റിയതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത ചിക്കൻ കൂടെ ഇതിന് മുകളിലായിട്ട് വെച്ചിട്ട് നമുക്ക് കുറച്ച് നേരം ദം ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഇന്നത്തെ കപ്സ റൈസ് എന്ന് പറയുന്നത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, ഫീഡ്ബാക്ക് അറിയിക്കണം.